Now cell membrane നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് സൈറ്റോപ്ലാസം എന്താണെന്ന് നോക്കാം. The cellular material between the plasma membrane and the nucleus is the site of most cellular activities. It consists of three elements: the cytosol, organelles and inclusion. സൈറ്റോപ്ലാസം മീൻസ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയ്ക്കുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ഏരിയ ആണ്. അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്? 3 എലമെൻറ്റ്സ്. സൈറ്റോസോൾ, ദാറ്റ് മീൻസ് ക്ലിയർ ഫ്ലൂയിഡാണ്. ഓർഗനല്, അതിലുള്ള ഓരോ മെറ്റീരിയൽസാണ്, അത് നമ്മൾ കാണും. ദെൻ ഇൻക്ലൂഷൻ എല്ലാ സെല്ലിലും ഇല്ല. നൗ ഇതൊരു സെല്ലിൻ്റെ പിക്ചറാണ്. ഇതേത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓൾറെഡി പറഞ്ഞു ഇതാണ് സെൽ മെംബ്രെയിൻ. നമ്മളിപ്പോൾ സെൽ മെംബ്രെയിനെ കുറിച്ച് നന്നായിട്ട് കണ്ടു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് ഒരു ലിപ്പിഡ് ഉണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കണം. ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് സെൻട്രിൽ തന്നെ വേണമെന്നൊന്നുമില്ല, ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിൻ്റെ ഇത് ഈ കാണുന്ന ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്ന കംപ്ലീറ്റ് ഏരിയ ആണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഈ ക്ലിയർ ഫ്ലൂയിഡ് ഏരിയയ്ക്ക് സൈറ്റോസോൾ എന്ന് നമ്മൾ പറയും. ദെൻ ഇങ്ങനെയുള്ള മൈറ്റോകോൺഡ്രിയ, റൈബോസോംസ്, ലൈസോസോംസ്, ഇതെല്ലാം നമ്മൾ നോക്കൂ. ഇതിനെല്ലാം ഓർഗനലൈസ് എന്നും പറയും. Now the cytosol is the viscous semi-transparent fluid in which the other cytoplasmic elements are suspended. First cytosol, then organelles are the metabolic machineries of the cell. Each type of organelles carry out a specific function for the cell. Organelle metabolic machineries ആണ്. സൈറ്റോസോൾ ഉള്ളതാണ്, അതായത് സൈറ്റോപ്ലാസത്തിൻ്റെ അകത്തുള്ളതാണ്. ഓരോ ഓർഗനിലേക്കും ഒരു സ്പെസിഫിക് ഫങ്ഷൻ ഉണ്ട്. The inclusions are chemical substance that may or may not be present depending on the cell type. ഇൻക്ലൂഷൻസ് എല്ലാത്തിലും വേണം എന്നില്ല. കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇതിനകത്ത് മെയിനായിട്ടും ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ ഏതിലാണ് ഇൻക്ലൂഷൻ ഉള്ളതെന്നൊക്കെ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. വേണമെങ്കിൽ നമ്മൾ പിന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോന്നിലും കാണുമ്പോൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റൈബോസോംസ് ഇത് ഓർഗനല്ലയാണ്, സൈറ്റോപ്ലാസത്തിലുള്ള ഓർഗനല്ലയാണ്. ഇത് നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ആണ്. ഇത് സെൽ മെംബ്രെയിൻ ആണ്. ഇതിലുള്ള റൈബോസോംസ് ആണ്. റൈബോസോം, ദീസ് ആർ ഗ്രാനുലാർ സ്ട്രക്ചർ. ഇറ്റ് ഹാസ് 2 സബ് യൂണിറ്റ്. ഈ 2 സബ് യൂണിറ്റ് ഇതാണ് ഓരോ സബ് യൂണിറ്റ്. ഈച്ച് കൺസിസ്റ്റ് ഓഫ് റൈബോസോമൽ RNA ആൻഡ് പ്രോട്ടീൻ. ഓരോന്നിലും RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഫ്രീ ഓർ അറ്റാച്ച്ഡ് ടു എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസൈസ്. ഈ റൈബോസോം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൈബോസോമിന് 2 സബ് യൂണിറ്റ് ആയിട്ടാണ് ഇതുണ്ട്. ഇതൊരു ലാർജ് സബ് യൂണിറ്റ്, സ്മോൾ സബ് യൂണിറ്റ്, ടുഗദർ എ കംപ്ലീറ്റ് റൈബോസോം. ഇതിൽ RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, പ്രോട്ടീൻ സിന്തസൈസ് ഇസ് ഹാപ്പനിങ്. ഇറ്റ്സ് എ സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസൈസ്. വേർ ഇസ് ദ സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസൈസ് ഇൻ സെൽ മീൻസ് റൈബോസോം. അതങ്ങനെ അറിയണം. ദ സൈറ്റ് ഫോർ പ്രോട്ടീൻ സിന്തസൈസ് സെൽ ഈസ് റൈബോസോം. റൈബോസോം 2 രീതിയിലാണ് സെല്ലിൽ പ്രസൻറ്റ്. ഫ്രീ ഫോമിൽ വെരി സ്മോൾ സ്ട്രക്ചറായിട്ട് കാണാൻ സാധിക്കും. അതർവൈസ് അറ്റാച്ച്ഡ് ടു ദ റെക്ടിക്കുലോ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഈ 2 രീതിയിലാണ് റൈബോസോം കാണാൻ നമുക്ക് സാധിക്കുന്നത്. ദെൻ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. Endoplasmic reticulum is made up of tubules and microsomal vesicle. Endoplasmic reticulum, tubules ഇങ്ങനെയാണ് കാണുന്നത്. അത് ദെൻ മൈക്രോസോമൽ വെസിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ഓർ സ്മോൾ സീൽഡ് സാക്കാണ്. ഇങ്ങനെ ചെറിയ വെസിക്കിൾസ്, അതിൽ നിന്ന് തന്നെ ഫ്രാഗ്മെൻറ്റ്, അത് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതാണ്. സോ ദീസ് സ്ട്രക്ചർ ഫോം ആൻ ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്ക് വിച്ച് ആക്ട് ആസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഓർഗനല്ലേ ആൻഡ് സെൽ മെംബ്രെയിൻ. Then type of endoplasmic reticulum. The endoplasmic reticulum 2 type ഉണ്ട്, rough and smooth endoplasmic reticulum. ഇതിനകത്ത് നമുക്ക് ഈ പിക്ചർ നമ്മളൊന്ന് കണ്ടാൽ മതി. ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്നതാണ്. 2 സൈഡിലും ഉണ്ട് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇത് ന്യൂക്ലിയസിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ റൈബോസോംസ് ആണ്. റൈബോസോം ഇങ്ങനെ ഫ്രീ ആയിട്ടുമുണ്ട്, ഇങ്ങനെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടുമുണ്ട്. ഈ കാണുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. റൈബോസോമാണ് പ്രോട്ടീൻ സിന്തസൈസിൻ്റെ സൈറ്റ്. ഈ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാഗത്തിന് അതായത് ഒരു റഫ് ഫീലിംഗ് തരും. അതുകൊണ്ട് ഇതിനെ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറയും. അറ്റാച്ച്ഡ് അല്ലാത്ത സ്ഥലത്തിന്
സ്മൂത്ത് അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് ഇതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നും പറയും. അപ്പം നമുക്ക് റൈബോസോംസ് പഠിച്ചു, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം പഠിച്ചു. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം സ്റ്റഡഡ് വിത്ത് റൈബോസോംസ് ആൻഡ് ആർ സൈറ്റ് ഫോർ സിന്തസൈസ് ഓഫ് സം പ്രോട്ടീൻ ബിക്കോസ് ribosome is the site for synthesis of protein. It is attached to the rough endoplasmic reticulum. It gives the rough appearance, so it's called rough endoplasmic reticulum. എന്തുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നത്? ഈ റൈബോസോം അറ്റാച്ച് ചെയ്യുന്നു. അതർവൈസ് സ്റ്റഡഡ് വിത്ത് റൈബോസോം ക്യാൻ ഗീവ് എ റഫ് അപ്പിയറൻസ്. അതുകൊണ്ടാണ് ഇതിന് റഫ് അപ്പിയറൻസ് ആണ്. അതുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നത്. Attachment of the granular ribosome also give the beaded or granular appearance, and so it is also called granular endoplasmic reticulum. Okay, attachment of the granular ribosome, granules പോലെ ചെറിയ granules പോലെയുള്ള റൈബോസോം ഇതിനോട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ബീഡഡ്, ഒരു സ്മോൾ മുത്ത് പോലെയുള്ള അപ്പിയറൻസ് കൊടുക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഗ്രാനുലാർ എൻഡോത്തീലിയൽ റെക്റ്റിക്കുലം എന്നും പറയുന്നു, എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്ന് പറയുന്നു. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൻ്റെ വേറൊരു പേരാണ് ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. അതിന് കാരണം റൈബോസോം ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു റഫ് ഫീലിങ്സ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ റൈബോസോം ഒരു ബീഡഡ്, ഒരു മുത്തിൻ്റെ പോലത്തെ സ്മോൾ ആയതുകൊണ്ട് അതിന് ഗ്രാനുൾസ് പോലെയാണ്, ഗ്രാനുലാർ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നും പറയുന്നു. ഇപ്പോൾ റൈബോസോംസ് പഠിച്ചു, റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ആണ്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഈസ് ഓൾസോ കോൾഡ് agranular endoplasmic reticulum because its smooth appearance വിത്തൗട്ട് ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് റൈബോസോം. ഇതാണ് സ്മൂത്ത് അപ്പിയറൻസ് ആണ്. ഇതുണ്ടോ, ഈ ഭാഗമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. It is formed by many interconnected tubules, so it is also called tubular endoplasmic reticulum. ഇത് formed by many interconnected tubules. Interconnected എന്ന് പറഞ്ഞാൽ ഇതൊരു ട്യൂബിളാണ്, ഇത് ഇൻ്റർകണക്റ്റഡ് ആണ്, അടുത്തതിനോട് കണക്റ്റഡ് ആണ്, ഇങ്ങനെ കണക്റ്റഡ് ആണ്, ഇങ്ങനെ ഇൻ്റർകണക്റ്റഡ് ട്യൂബ്യൂൾസ് ആണ്. അതുകൊണ്ട് ഇതിനെ ട്യൂബുലാർ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നും പറയുന്നു. ഫങ്ഷൻസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. First, rough endoplasmic reticulum is concerned with the synthesis of protein because ribosome is attached. അതുകൊണ്ടാണ്. Smooth granular endoplasmic reticulum lack ribosomes and is concerned with the synthesis of lipid, steroid, cholesterol and carbohydrate. സോ ഇത് ഓർത്തിരിക്കണം, റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിൽ ഉള്ളി പ്രോട്ടീൻ സിന്തസൈസ് ആണ് ബിക്കോസ് ഓഫ് റൈബോസോം. ബട്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ദർ ഇസ് നോ റൈബോസോം. ദാറ്റ്സ് വൈ വാട്ട് ഈസ് ഹാപ്പനിങ്? സിന്തസൈസ് ഓഫ് ലിപ്പിഡ്, steroid, cholesterol, carbohydrate. Okay. It acts as a surface for the attachment of many enzyme system and help in detoxifying drug, alcohol, metabolic product, etc. ഇതൊക്കെ ബോഡിയിലാണല്ലോ സെല്ല്. അപ്പോൾ ബോഡിക്ക് എന്തെങ്കിലും ടോക്സിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്താൽ ഡീറ്റോക്സിഫൈ ചെയ്യുന്നതിനും ഇത് യൂസ് ചെയ്യുന്നു. ഹൈലി സ്പെഷ്യലൈസ്ഡ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഈസ് പ്രസൻറ്റ് ഇൻ സം സെൽ. ഇത് വലിയ ആവശ്യമില്ല, ഇത് രണ്ടും അറിയണം. ഇൻ സ്ട്രൈറ്റഡ് മസിൽ സെൽ വേർ ഇറ്റ് ഈസ് കോൾഡ് സാക്രോപ്ലാസ്മിക് റെക്റ്റിക്കുലം. സ്ട്രെയിറ്റ് മസിൽ ടിഷ്യൂസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. സ്ട്രെയിറ്റഡ് മസിൽ സെല്ലിൽ ഇതിന് സാക്രോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ സ്റ്റോറേജ് ആൻഡ് റിലീസ് ഓഫ് കാൽഷ്യം ടു ഇനീഷ്യേറ്റ് മസിൽ കൺട്രാക്ഷൻ. അതായത് സ്ട്രെയിറ്റഡ് മസിൽ സെല്ലിലുള്ള എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിന് സാക്രോപ്ലാസ്മിക് റെക്റ്റിക്കുലം എന്നാണ് പറയുന്നത് ബിക്കോസ് ഇറ്റ്സ് ഇൻവോൾവ് ഇൻ ദ സ്റ്റോറേജ് ആൻഡ് റിലീസ് ഓഫ് കാൽഷ്യം ടു ഇനീഷ്യേറ്റ് മസിൽ കൺട്രാക്ഷൻ. ഇപ്പം ഫങ്ഷൻസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലവും കഴിഞ്ഞു. നെക്സ്റ്റ് ഗോൾജി അപ്പാരറ്റസ്. ഗോൾജി അപ്പാരറ്റസും ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾജി അപ്പാരറ്റസ് വേറൊരു പേരാണ് ഗോൾജി ബോഡി ഓർ ഗോൾജി കോംപ്ലെക്സ്. ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ സെൽ എക്സെപ്റ്റ് RBC, റെഡ് ബ്ലഡ് സെൽസ്. RBCയിൽ ഗോൾജി അപ്പാരറ്റസ് ഇല്ല. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 5 to 8 ഫ്ലാറ്റൻ മെംബ്രെയിനിയസ് സാക്ക് കോൾഡ് സിസ്റ്റേൻ.
ഈ ഗോൾജി അപ്പാരറ്റസിൽ 5 to 8 ഫ്ലാറ്റൻഡ് മെംബ്രേനിയസ് സാക്ക് ഉണ്ട്. ഇതിനെ സിസ്റ്റൈൻ എന്ന് പറയുന്നു. ഗോൾജി അപ്പാരറ്റസ് ഇസ് സിറ്റുവേറ്റഡ് നിയർ ദ ന്യൂക്ലിയസ്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം നിയർ ദ ന്യൂക്ലിയസ് ആണ്. അതൊരു ട്യൂബുലാർ കണക്ഷനാണ്. അതൊരു കണക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ദ സെൽ മെംബ്രെയിൻ. പക്ഷേ ഗോൾജി അപ്പാരറ്റസും ന്യൂക്ലിയസിനോട് ചേർന്നാണ് കിടക്കുന്നത്. ഇറ്റ് ഹാസ് 2 end of or phases, namely സിസ് ഫേസ് ആൻഡ് ട്രാൻസ് ഫേസ്. അതായത് ഗോൾജിക്ക് 2 ഫേസ് ഉണ്ട്, സിസ് ഫേസ് ആൻഡ് ട്രാൻസ് ഫേസ്. The cis phase is positioned near the endoplasmic reticulum. The reticular vesicle form endoplasmic reticulum enter the Golgi apparatus through cis phase. The trans phase is situated near the cell membrane. The processed substance make their exit from Golgi apparatus through trans phase. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഇത് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം. ഗോൾജി അപ്പാരറ്റസ് ഇറ്റ്സ് നിയർ ടു ദ ന്യൂക്ലിയസിനോട് ചേർന്നാണ് ഗോൾജി അപ്പാരറ്റസ് കിടക്കുന്നത്. ഇതാണ് ഗോൾജി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾജി ഇങ്ങനെ വരച്ചാൽ മതി നിങ്ങൾ. ന്യൂക്ലിയസ്, ഇത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈബോസോംസ്, ഗോൾജി അപ്പാരറ്റസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ ചെറിയ ചെറിയ ഡോട്ട് പോലെയും കൂടെ വേണം കേട്ടോ. അപ്പോഴാണ് ഗോൾജി അപ്പാരറ്റസ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഗോൾജി അപ്പാരറ്റസിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്യൂബുലാർ ആണ്. പിന്നെ അതിൽ 5 to 8 ഫ്ലാറ്റൻ ട്യൂബ്സ്, 1 2 3 4 ഇങ്ങനെ 5 to 8 ഫ്ലാറ്റൻ ട്യൂബ്സ് ഉണ്ട്. അതോടൊപ്പം നമ്മൾ എന്താണ് മെംബ്രേനിയസ് ട്യൂബ്സ് ഉണ്ട്. ഇതിന് സിസ്റ്റൈൻ ഉണ്ട്. സിസ്റ്റൈൻ എന്ന് പറയുന്ന ചെറിയ സാക്കുകളുണ്ട്. ഇതാണ് സിസ്റ്റൈൻ പറയുന്നത്. സോ ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് 2 ഫേസസ് ഉണ്ട്. അതിലൊന്ന് സിസ് ഫേസ് ആണ്. ഇതാണ് സിസ് ഫേസ്. ഇതാണ് സിസ് ഫേസ്. നെതർ ഫേസ് ആണ് ട്രാൻസ്പോർട്ട് ഫേസ് ഓർ ട്രാൻസ് ഫേസ്. ട്രാൻസ് ഫേസും ഇതിൻ്റെ സൈഡിൽ തന്നെ ഉള്ളതാണ് ട്രാൻസ് ഫേസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. സിസ് ഫേസ് എന്ന് പറഞ്ഞാൽ റിസീവിങ് ഏരിയയാണ്. റിസീവ് ചെയ്യുന്ന ഏരിയയും ട്രാൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏരിയയും. ഇതെന്താണ് ഇവിടെ റിസീവ് ചെയ്യുന്നത്? ഈ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നത് എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലാണ്. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിലാണ്. ബിക്കോസ് റൈബോസോംസ് ഉള്ളതുകൊണ്ട് ഈ പ്രോട്ടീൻ സിന്തസൈസ് നടന്നു കഴിയുമ്പം ഈ പ്രോട്ടീൻ മെറ്റീരിയൽ വെസിക്കിളായിട്ട്, വെസിക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് സാക്കാണ്. ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്ന് ഡിറ്റാച്ച് ആകുന്ന സാക്ക് ഇത് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഗോൾജി അപ്പാരറ്റസിലേക്കാണ്. ഈ ഗോൾജി അപ്പാരറ്റസിലേക്ക് ഈ പ്രോസസ്സ് ചെയ്ത കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ ആവശ്യമുള്ളത് സ്റ്റോർ ചെയ്തിട്ട് ഇത് ട്രാൻസ്ഫേസ് വഴി സെൽ മെംബ്രെയിനിലേക്ക് ഇത് പുറത്തേക്ക് പോകും. ഇതുകൊണ്ട് ഇത് പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതാണ്. സിസ് ഫേസ് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്ന ഫേസും ട്രാൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫേസുമാണ്. അപ്പോൾ മാത്രം അത് കണ്ടോ, ട്രാൻസ്ഫേസ് ഷിപ്പിംഗ് സൈഡ് ഓഫ് ദ ഗോൾജി അപ്പാരറ്റസ്. ഷിപ്പിംഗ് സൈഡ് ഷിപ്പ് ചെയ്യുക, കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സിസ് ഫേസ് റിസീവിങ് സൈറ്റ് ഓഫ് ദ ഗോൾജി അപ്പാരറ്റസ്. റിസീവിങ് സൈറ്റ് എപ്പോഴും ന്യൂക്ലിയസിനോട് ചേർന്നായിരിക്കും, അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോടും ചേർന്നായിരിക്കും വരുന്നത്. Functions of Golgi apparatus. It is concerned with the processing and delivery of substance like protein and lipid to different part of the cell. Golgi apparatus എന്താണ് ഇന്ന്? പ്രോസസ്സിങ് ആൻഡ് ഡെലിവറി ഓഫ് സബ്സ്റ്റൻസ് ലൈക്ക് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് ഫ്രം ദ സെല്ല്. ഈ പ്രോട്ടീൻ എവിടെയാണ് സിന്തസൈസ് ചെയ്യുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ. ഈ ലിപ്പിഡ്, കാർബോഹൈഡ്രേറ്റ്, സ്റ്റെറോയിഡ്, ഓൾ ദീസ് തിങ്സ് എവിടെയാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ. അവിടെ പ്രോസസ്സ് ചെയ്ത കാര്യങ്ങൾ ഈ ഗോൾജി അപ്പാരറ്റസിലാണ് ഫർദർ പ്രോസസ്സ് ചെയ്ത് ഡെലിവറി ചെയ്യുന്നത്. എങ്ങോട്ടാണ്? ഔട്ട്സൈഡ് സെല്ലിലേക്കും സെല്ലിനുള്ളിൽ തന്നെയുള്ള ഓർഗനൽസിലേക്കും. ദ ഫങ്ഷൻസ് ലൈക്ക് പോസ്റ്റ് ഓഫീസ്. അപ്പോൾ സെല്ലിലെ പോസ്റ്റ് ഓഫീസ് എന്നറിയപ്പെടുന്നത് ഗോൾജി അപ്പാരറ്റസ് ആണ്. പോസ്റ്റ് ഓഫീസ് ഗോൾജി അപ്പാരറ്റസ്. because it packed the processed material into the secretory granules, secretory vesicles and lysosomes and dispatched them either out of the cell or another part of the cell. പോസ്റ്റ് ഓഫീസ് എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് പാക്ക് ദ പ്രോസസ്ഡ് മെറ്റീരിയൽ. അപ്പോൾ പ്രോസസ്ഡ് മെറ്റീരിയൽ നമുക്ക് റെറ്റിക്കുലത്തിൽ നിന്ന്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് കിട്ടും. അത് പാക്ക് ചെയ്യുക എങ്ങോട്ടാണ്? സെക്രട്ടറി ഗ്രാന്യൂളിൽ പാക്ക് ചെയ്യും, സെക്രട്ടറി വെസിക്കിൾ ആൻഡ് ലൈസോസോം ആൻഡ് ഡിസ്പാച്ച് ദം ഔട്ട് ഓഫ് ദ സെൽ ഓർ അനദർ പാർട്ട് ഓഫ് ദ സെൽ. It also function like a shipping department of the cell because it sort out and label the material for distribution their proper designation.
ഷിപ്പിംഗ് പാർട്ടെന്നും പറയും. കാരണം ഇത് സോർട്ട് ചെയ്യുന്നു. ഓരോ സെല്ലിലേക്കും ആവശ്യമുള്ളത് സോർട്ട് ചെയ്തിട്ട് അത് ലേബൽ ചെയ്ത് ആ പർട്ടിക്കുലർ സെല്ലിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ബോഡിയിലേക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് ഇതിനെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റും എന്ന് പറയും. ഗോൾജി അപ്പാരറ്റസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ലൈസോസോം. ലൈസോസോം ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഈ ഗോൾജി അപ്പാരറ്റസ് അതിൻ്റെ ഫങ്ഷൻ ചെറിയ ഷോർട്ട് നോട്ട് 2 മാർക്കിൻ്റെയൊക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൻ്റെ ഡിഫറൻഷിയേറ്റ്, ചിലപ്പോൾ റഫ് ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ഒക്കെ വരാറുണ്ട്. ക്വസ്റ്റിൻ്റെ പാറ്റേൺ ഞാൻ താമസിക്കാതെ തന്നെ ഒന്ന് പറയാം, അപ്പം നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. ഓൾ സെൽ എക്സെപ്റ്റ് മച്ചുർ RBC, ലൈസോസോം RBCയിലില്ല. ദേ ആർ ഡോമിനൻറ്റ് ഇൻ ന്യൂട്രോഫിൽ. ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിലാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ലൈസോസോം മെംബ്രേനിയസ് ബൗണ്ട് സ്പൈറോയിഡ് ബോഡി കണ്ടെയ്നിങ് ഹൈഡ്രോലൈസ് എൻസൈം. ഹൈഡ്രോലൈസ് ചെയ്യുക, അതിനെ ഹൈഡ്രോലൈസിങ് ഒക്കെ നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. ഹൈഡ്രോലൈസ് എൻസൈം കേപ്പബിൾ ഓഫ് ഡീഗ്രേഡിങ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്സ്റ്റൻസ്. അത് ഹൈഡ്രോലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഫംഗ്ഷനെ ഡീഗ്രേഡ് ചെയ്യുക, അതായത് അതിനെ നിർവീര്യമാക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ലൈസോസോമിൽ. അതില്ലാത്തതാണ് RBCയിൽ. ഏറ്റവും കൂടുതലുള്ളതാണ് ന്യൂട്രോഫിൽ. ന്യൂട്രോഫിൽ WBC ആണ്. ലൈസോസോം ആർ വൺ ടൈപ്പ് ഓഫ് സെക്രട്ടറി വെസിക്കിൾ ഫോംഡ് ബൈ ദ ഗോൾജി അപ്പാരറ്റസ്. അപ്പോൾ നമ്മൾ ഗോൾജി അപ്പാരറ്റസിൻ്റെ അകത്ത് കുറേ വെസിക്കിൾസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അത് 2 ഫേസ് ഉണ്ട്, സിസ് ഫേസ്, ട്രാൻസ് ഫേസ്, ദെൻ സെക്രട്ടറി വെസിക്കിൾ, ഇങ്ങനെ കുറേ വെസിക്കിൾ ഫോം ചെയ്യും. അതിലൊരു സെക്രട്ടറി വെസിക്കിളാണ് ലൈസോസോം. അപ്പോൾ ഗോൾജി അപ്പാരറ്റസും ലൈസോസോമും ഒന്നിച്ചു പോകുന്ന കാര്യങ്ങളാണ്. They contain variety of enzyme involved in breaking down fragments of organelle and large molecule. Then example DNA, RNA, carbohydrate, protein inside the cell into smaller particles that are either recycled or extruded from the cell as waste material. Lysosome in WBC containing enzyme that digest foreign materials such as microbes. അതായത് ലൈസോസോം സെക്രട്ടറി വെസിക്കിളാണ്. എന്തിൻ്റെയാണ്? ഗോൾജി അപ്പാരറ്റസിൻ്റെ. അതൊന്ന് ഓർക്കുക. ഇറ്റ് കണ്ടെയ്ൻ വെറൈറ്റി ഓഫ് എൻസൈം. അതിൽ ഒരു വെറൈറ്റി ഓഫ് എൻസൈം ഉണ്ട് ഇൻവോൾവ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് മീൻസ് ഓർഗനല്ലേ. അതായത് ഇതിൻ്റെ അകത്ത് കുറേ നമ്മൾ ഹൈഡ്രോലൈസിങ് എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. ഹൈഡ്രോലൈസിങ് എൻസൈം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യാന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്സ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ പാർട്സ് ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലൈസോസോമിലുണ്ട്. അത് എന്തിനാണ്? DNA, RNA, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ഉള്ളതിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യും. അത് സെല്ലിൽ ഇൻസൈഡ് ദ സെൽ ഇൻറ്റു സ്മോളർ പാർട്ടിക്കിൾ ദാറ്റ് ആർ മീൻസ് ഈ എന്തിനാണ് ഇതിനെ റീസൈക്കിൾ ചെയ്യുന്നത്, ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലെ ചെറിയ ചെറിയ പീസാക്കുന്നത്, അതിനെ റീസൈക്കിൾ ചെയ്യുമോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഡീറ്റോക്സിഫിക്കേഷൻ ഫങ്ഷനാണ്. അതായത് ബോഡിക്ക് ആവശ്യമില്ലാത്തതിനെയെല്ലാം ഹൈഡ്രോലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മീൻസ് ഇനാക്ടിവേറ്റ് ആക്കി ചെറിയ ചെറിയ പീസസ് ആക്കി ദെൻ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. റീസൈക്കിൾ ചെയ്യും. അതർവൈസ് ഇറ്റ് വിൽ ബി എക്സ്ക്രീറ്റഡ് ഔട്ട് ഫ്രം ദ വേസ്റ്റ് സെൽ ആസ് എ വേസ്റ്റ് മെറ്റീരിയൽ. ഇതൊക്കെ ലൈസോസോമിൻ്റെ ഫങ്ഷനാണ്. Lysosome in white blood cell contain enzyme that digest foreign materials such as microbes. ഇത് നമുക്ക് ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫോറിൻ ഒബ്ജക്റ്റോ വന്നാൽ ബോഡി റിയാക്ട് ചെയ്യുന്നതിനെയാണ് ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാഗോസൈറ്റോസിസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള WBC ആണ്. അപ്പം WBCയിലും ലൈസോസോം കൂടുതലുണ്ട്. ഫങ്ഷൻസ് ഓഫ് ലൈസോസോം: digestion of unwanted substance, removal of excess secretory product in cell, digestion of unwanted cell, removal of excess secretory product. Okay, lysosome having secretory function called secretory lysosome are found in cell. മെലാനോസൈറ്റ്, മാസ്റ്റ് സെല്ല് ഇങ്ങനെയുള്ളതിലൊക്കെ ലൈസോസോം കൂടുതൽ കാണും. ബട്ട് എഗെയിൻ നമുക്ക് നോക്കിപ്പോം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് അറിയില്ല. ലാസ്റ്റ് സെമ്മിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ പിള്ളേർ കോപ്പി ചെയ്യാനൊക്കെ ചാൻസ് ഉള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ. 6 ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉള്ളതിൽ 3 ഭയങ്കര ടഫായിരുന്നു, 3 കുറച്ച് ഈസി. അപ്പോൾ അങ്ങനെയൊക്കെ ടഫ് ഇടുന്നവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഇടാവുന്നതാണ്. Peroxisomes are small spherical membrane bound organelle that closely resembles lysosome. ലൈസോസോം പോലെ തന്നെ തോന്നും. However, they contain entirely different set of enzyme, oxidase and catalase. അപ്പം ലൈസോസോമിലുള്ളത് എന്താണ്? ഹൈഡ്രോലൈസ് ചെയ്യുന്നതാണ്. പക്ഷേ പെറോക്സിസോംസിലുള്ളത് എന്താണ്? ഓക്സിഡൈസും കാറ്റലേസുമാണ്.
Large peroxisomes are found in liver and kidney. They help in the detoxification and oxidation of a wide variety of components. സോ ഇതിലുള്ളത് ഓക്സിഡൈസേഷനും ആൻഡ് കാറ്റലൈസേഷനും ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ലിവർ ആൻഡ് കിഡ്നിയിലാണ്. നെക്സ്റ്റ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എല്ലാവർക്കും അറിയാവുന്നതാണ്, പവർ ഹൗസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചേക്കുന്നതാണ്. മൈറ്റോകോൺട്രിയ ആർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനല്ലേ ആൻഡ് ആർ കോൾഡ് പവർ ജനറേറ്റിംഗ് യൂണിറ്റ് ഓഫ് ദ സെൽ ഓർ പവർ ഹൗസ്. ഇതാണ് മൈറ്റോകോൺട്രിയ. ബോഡിയിൽ സെല്ലുണ്ട്, ഇതാണ് മൈറ്റോകോൺട്രിയ. നിങ്ങൾ സെല്ല് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ച് മൈറ്റോകോൺട്രിയ എന്ന് ലേബൽ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞൊരു ഷോർട്ട് നോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പിക്ചറാണ് വരയ്ക്കേണ്ടത്. ഇത് 2 മെംബ്രെയിൻ ഉണ്ട്. ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ ആണ് ഈ കാണുന്നത്. ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു മെംബ്രെയിൻ അല്ല, അതിങ്ങനെയൊക്കെ സർഫസ് ഏരിയ കൂടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഇങ്ങനെയൊരു ഷേപ്പിലാണ് കാണുന്നത്. സോ ഓക്കെ, നമുക്കിതിൻ്റെ ഇച്ചിരി ഡീറ്റെയിൽ നോക്കാം. മൈറ്റോകോൺട്രിയ ആർ മെംബ്രെയിനിയസ് ബൗണ്ടഡ് ഓർഗനല്ലേ ആൻഡ് ആർ കോൾഡ് പവർ ജനറേറ്റിംഗ് യൂണിറ്റ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഈച്ച് മൈറ്റോകോൺട്രിയ കൺസിസ്റ്റ് ഓഫ് 2 ലെയർ ഓഫ് മെംബ്രെയിൻ. 2 ലെയർ, 1 ലെയർ, 2 ലെയർ. An outer smooth membrane which contain many pores allowing free passage of small molecules. ഓക്കെ, ഈ ഔട്ടർ ലെയറിന് ചെറിയ ചെറിയ പോർട്സ് ഉണ്ട്, അതുകൊണ്ട് ഇത് allow the free passage of small molecules. The inner membrane which is thrown into fold that increase the surface area. സോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇന്നർ മെംബ്രെയിൻ. ഇങ്ങനെ ഫോൾഡായിട്ടാണ്. ഫോൾഡായിട്ട് വരുമ്പോൾ എന്താണ് വരുന്നത്? സർഫസ് ഏരിയ കൂടും. കണ്ടോ, ഇതെല്ലാം സർഫസ് ഏരിയയാണ്. സർഫസ് ഏരിയ ഇങ്ങനെ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡായിട്ട് ഇരിക്കുന്നത്. ദ ഫോൾഡ് ഓർ സിസ്റ്റേ പ്രൊജക്റ്റ് ഇൻ ടു ദ ഇന്നർ ക്യാവിറ്റി വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ആൻ അമോർഫസ് മാട്രിക്സ്. ഓക്കെ, ഈ ഫോൾഡ് നമ്മൾ എന്ന് പറയും. ഇത് ഇന്നർ ക്യാവിറ്റിയിലാണ് കാണുന്നത്. The amount of cystae is proportional to the metabolic activity of the cell. അതായത് ഈ എന്താണ് പറയുന്നത്, ഈ ഇന്നർ ഫോൾഡിലെ ഈ ഇന്നർ മെംബ്രെയിൻ്റെ ഈ ഫോൾഡ് സിസ്റ്റേ കാണുന്നത് പല സെല്ലിലും പല രീതിയിലായിരിക്കും. കൂടുതലും മെറ്റബോളിസം ആവശ്യമുള്ള സെല്ലിൽ കൂടുതൽ ഫോൾഡ് കാണും. അതിന് എക്സാമ്പിളാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിലാണ് ഏറ്റവും കൂടുതൽ ഇന്നർ സെല്ലിൽ ഇങ്ങനെ ഫോൾഡ് ഉള്ളത് ഓർ ക്രിസ്റ്റേ ഉള്ളത്. ഇങ്ങനെ ക്രിസ്റ്റേ ഉണ്ടാകുന്നത് എന്തിനാണ്? മെറ്റബോളിക് ആക്ടിവിറ്റീനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് മൈറ്റോകോൺട്രിയ. It is the chief site of TCA, that means a tricarbolic acid cycle. ദെൻ ഇത് ഫാറ്റി മെറ്റബോളിസം. ഇത് മെറ്റബോളിസത്തെ സഹായിക്കുന്നു എന്നുള്ള അത്ര ഓർത്തേച്ചാൽ മതി. TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എനർജി റിലീസിങ് മെറ്റബോളിക് ആക്ടിവിറ്റീസാണ്. റിലീസ് ഓഫ് എനർജി ലൈക്ക് ATP ഒക്കെ അറിയാവുന്നതാണ്. GTP ഇതിന് ഹെൽപ്പ് ചെയ്യുന്നു. റിലീസ് ഓഫ് എനർജി ആൻഡ് എൻഹാൻസ് ദ മെറ്റബോളിസം. ദെൻ കോൺസെൻട്രേറ്റ് കാൽഷ്യം അയൺ. Next, centrosome. Centrosome is situated near the center of the cell close to the nucleus. Centrosome എന്ന് പേര് തന്നെ, close to the nucleus. It's found in center of the cell. It consists of 2 cylindrical structure called centrioles which are responsible for the movement of chromosomes during cell division. സെൽ ഡിവിഷനിൽ അതിൻ്റെ ക്രോമസോമിൻ്റെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സെൻട്രോസോം. ഇതാണ് സെൻട്രോസോം. ഇത് ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്ന ഇങ്ങനെ 2 ട്യൂബ്സ് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് സെൻട്രോസോം ന്യൂക്ലിയസിനോട് ചേർന്നാണ് സെൻട്രോസോം കിടക്കുന്നത്. നൗ സൈറ്റോസ്കെലിറ്റൻ ഇനി സെല്ലിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ്. ദ സൈറ്റോസ്കെലിറ്റൻ ഓഫ് ദ സെൽ ഈസ് എ കോംപ്ലക്സ് നെറ്റ്വർക്ക് ദാറ്റ് ഗീവ്സ് ഷേപ്പ്, സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ സെൽ. അപ്പോൾ സെല്ലിന് ഷേപ്പും സപ്പോർട്ടും സ്റ്റെബിലിറ്റി, അതായത് ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നത് സൈറ്റോസ്കെലിറ്റനാണ്. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ ദ സെല്ലുലാർ മൂവ്മെൻറ്റ് ആൻഡ് ദ റെസ്പോൺസ് ഫോർ ദ സെൽ ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. സെല്ലുലാർ മൂവ്മെൻറ്റിനും എക്സ്റ്റേണൽ സ്റ്റിമുലൈയോടുള്ള സെല്ലിൻ്റെ റെസ്പോൺസിനും ഈ സൈറ്റോസ്കെലിറ്റൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ദാറ്റ് മീൻസ് സൈറ്റോസ്കെലിറ്റൻ ഗീവ് ദ ഷേപ്പ്, സപ്പോർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ സെൽ. The cytoskeleton consists of 3 major protein components. Cytoskeleton, ഇത് നോക്കി വെക്കണം. Cytoskeleton contain 3 major protein component: microtubules, intermediate filaments and microfilaments. ഇങ്ങനെ 3 കാര്യങ്ങളാണ്: microtubules, intermediate filaments and microfilaments. ഇതാണ് മൈക്രോട്യൂബിൾസ്. എന്താണ്? ഇങ്ങനെ ഒരു സെല്ലിൽ ഇങ്ങനെ ഉണ്ട്,
ഇവിടെ എല്ലാം പല സ്ഥലത്തും ഉണ്ട്, അതിങ്ങനെ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഈ മൈക്രോ ട്യൂബ്സ് ഉണ്ട്. ഈ മൈക്രോ ട്യൂബ്യൂൾസ് ആണ് സെല്ലിന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അതോടൊപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫിലമെൻറ്റ്സ്. ഈ ഫിലമെൻറ്റ്സും എല്ലാം മൈക്രോ ഫിലമെൻറ്റ്സ്. അപ്പം ഇതിൻ്റെ അകത്ത് മൈക്രോ ട്യൂബ്യൂൾസ് ഇങ്ങനെ ട്യൂബ് പോലെ. അതിവിടെ മാത്രമല്ല ഓൾ ഓവർ ദ സെല്ലിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് സ്റ്റെബിലിറ്റി. ഓക്കെ, നൗ മൈക്രോ ഫിലമെൻറ്റ്സ് അതിങ്ങനെ കിടക്കും. ഇതും ഈ സൈറ്റോസ്കെലിറ്റനിൽ വരുന്നതാണ്. ഇതും ഷേപ്പ് കൊടുക്കുന്നതാണ്. മൈക്രോ ട്യൂബ്യൂൾസ് നമ്മൾ കണ്ടു. ഇറ്റ്സ് എ സിലിണ്ടറിക്കൽ സ്ട്രക്ചർ മെയ്ഡ് ഓഫ് ട്യൂബുലിൻ പ്രോട്ടീൻ സപ്പോർട്ട് ദ സെൽ ആൻഡ് ഗീവ് ഷേപ്പ്. ഓക്കെ, ട്യൂബ് പോലെയുള്ള പ്രോട്ടീനാണ്. ഇൻവോൾവ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ സെൽ ആൻഡ് ദ ഓർഗനലെ വിതിൻ ദ സെൽ. അതായത് സെല്ലിൽ ഇൻസൈഡിലുള്ള മൂവ്മെൻറ്റിനും ഓർഗനലയുടെ മൂവ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. ഫോം സെൻട്രിയോൾസ് ആൻഡ് സീലിയ ആൻഡ് ഫ്ലജല്ല ഇഫ് പ്രസൻറ്റ്. ഇത് സെൻട്രിയോൾസോ സീലിയ ഫ്ലജല്ല ഇങ്ങനെ മൂവ് ചെയ്യാൻ നേരത്ത് അങ്ങനെ സെൻട്രിയോൾസോ സീലിയ ഫ്ലജല്ല ആയിട്ടും ഇത് ഫോം ചെയ്യും. ഇതാണ് ട്യൂബുലിൻ സബ് യൂണിറ്റ്. ഇത് 25 nm ആണ് പറയുന്നത്, നാനോമീറ്റർ. ഇതാണ് ഇതിൻ്റെ ഇതൊന്നും നിങ്ങൾക്ക് വരയ്ക്കാനൊന്നും വരാറില്ല യൂഷ്വലി, പക്ഷേ അറിഞ്ഞിരിക്കണം ഇതെന്താണെന്ന്. മൈക്രോ ഫിലമെൻറ്റ്സ് നമ്മൾ കണ്ടു. സെല്ലിൽ ഇങ്ങനെ ചെറിയ ലൈൻ പോലെ കാണുന്നതാണ് മൈക്രോ ഫിലമെൻറ്റ്സ്. ഫൈൻ ഫിലമെൻറ്റ്സ് കമ്പോസ്ഡ് ഓഫ് ദ പ്രോട്ടീൻ ആക്റ്റിൻ. ഇത് ആക്റ്റിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീനാണ്. ഇൻവോൾവ് ഇൻ മസിൽ കൺട്രാക്ഷൻ ആൻഡ് അതർ ടൈപ്പ് ഓഫ് ഇൻട്രാ സെല്ലുലാർ മൂവ്മെൻറ്റ്. മസിൽ കൺട്രാക്ഷനെ സഹായിക്കും. ദെൻ അതർ ടൈപ്പ് ഓഫ് ഇൻട്രാ സെല്ലുലാർ മൂവ്മെൻറ്റ് ഹെൽപ്പ് ഫോം ദ സെൽസ് സൈറ്റോസ്കെലിറ്റൺ. ഇൻ്റർമീഡിയറ്റ് ഫിലമെൻറ്റ്സ് അതും ഇതിൽ തന്നെ ഉള്ളതാണ്. പ്രോട്ടീൻ ഫൈബറാണിത്. കമ്പോസിഷൻ വേരീസ്. ദ സ്റ്റേബിൾ സൈറ്റോസ്കെലിറ്റൽ എലമെൻറ്റ്സ് റെസിസ്റ്റ് മെക്കാനിക്കൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെൽ. എല്ലാം ഇത് മൂന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നൗ സെൻട്രിയോൾസ്. പെയർഡ് സിലിണ്ടറിക്കൽ ബോഡീസ് ഈച്ച് കമ്പോസ്ഡ് ഓഫ് 9 ട്രിപ്ലറ്റ്സ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൈക്രോ ട്യൂബ്യൂൾസ് ചിലപ്പോൾ സെൻട്രിയോൾ ആകാം, സീലിയ ആകാം, ഫ്ലജല്ല ആകാം. ഇങ്ങനെ മൂവ്മെൻറ്റിനാണ്. ഇതാണ് മൈക്രോ ട്യൂബ്യൂൾസ് നമ്മൾ കണ്ടു. ഇതാണ് മൈക്രോ ട്യൂബ്യൂൾസ്. ഇതിൽ ഈ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിലിണ്ടറിക്കൽ ബോഡി ഈച്ച് കമ്പോസ്ഡ് ഓഫ് 9 ട്രിപ്ലറ്റ്സ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. ഇതൊരു സിലിണ്ടറിക്കൽ ബോഡിയാണ്. ഇതിനേതാണ് 9 ട്രിപ്ലറ്റ്സ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 ഇങ്ങനെയുള്ള ഈ 9 ട്രിപ്ലറ്റ്സ് 3 ഫിലമെൻറ്റ്സ് വെച്ച്. ഇതാണ് 3 ഫിലമെൻറ്റ്സ് വെച്ച് ഇങ്ങനെയാണിത് ഫോം ചെയ്യുന്നത്. ഓർഗനൈസ് എ മൈക്രോ ട്യൂബിൾ നെറ്റ്വർക്ക് ഡ്യൂറിങ് മൈറ്റോസിസ്. ഇത് സെൽ ഡിവിഷനിലാണ് ഇതിൻ്റെ ആവശ്യം. ഇതെന്താണ്? ഫോം ദ ബേസ് ഓഫ് സീലിയ ആൻഡ് ഫ്ലജല്ല. ഇത് സീലിയയുടെ ഫ്ലജല്ലയെ ബേസ് ആയിട്ടും രൂപം വരും. സീലിയയുടെയും ഫ്ലജല്ലയുടെയും ബേസ് ആയിട്ടും ഫോം ചെയ്യും. Inclusion includes stored nutrients such as lipid droplets and glycogen granules, protein crystals, pigmented granules. Storage for nutrient waste and cell product. അതായത് ഈ സെല്ലിൽ തന്നെ കാണുന്ന ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനാണ് സ്റ്റോറേജ് ഓഫ് ന്യൂട്രിയൻസ്. എല്ലാ സെല്ലിലും കാണാറില്ല. കാണുന്നതിൽ ഇൻക്ലൂഷൻ്റെ അതൊരു അത്ര എമർജൻസി ആയിട്ടുള്ള ഒരു നെസസറി ആയിട്ടുള്ള ഓർഗനല്ലേ അല്ല. ഉണ്ടെങ്കിൽ ഇൻക്ലൂഷൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ന്യൂട്രിയൻ്റ് ആണ്. അത് ലിപ്പിഡ് ആകാം, ഗ്ലൈക്കോജൻ ആകാം, പ്രോട്ടീൻ ആകാം, പിഗ്മെൻറ്റഡ് ഗ്രാന്യൂൾസ് ആകാം. ദെൻ സ്റ്റോറേജ് ഫോർ ന്യൂട്രിയൻ വേസ്റ്റ് ആൻഡ് സെൽ പ്രൊഡക്റ്റ് എല്ലാത്തിനും സ്റ്റോറേജ് ചെയ്യാനായിട്ട് ഇൻക്ലൂഷൻസ് യൂസ് ചെയ്യുന്നു. Now cellular extension. The major cellular extensions are cilia, flagellum, microvilli. Now cilia, cellular extension. അത് സെല്ലിൽ നിന്ന് പുറത്തേക്കുള്ള സാധനമാണ് ഈ സെല്ലുലാർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ സർഫസിലായിരിക്കും കാണുന്നത്. ഷോർട്ട് സെൽ സർഫസ് പ്രൊജക്ഷൻസ്. Each cilium composed of 9 pairs of microtubules surrounding the central pair. അതായത് സെൻട്രൽ ഇത് സെൽ സർഫസിൽ കാണുന്നതാണ്. സീലിയ ഇങ്ങനെ ചെറിയ ചെറിയ ഹെയർ ലൈക്ക് പ്രൊജക്ഷനാണ്. ഇതിനാണ് സീലിയ എന്ന് പറയുന്നത്. സീലിയ ഫോം ചെയ്യുന്ന 9 പെയേഴ്സ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ്. നമ്മൾ മൈക്രോ ട്യൂബ്യൂൾസ് കണ്ടു. അതിൻ്റെ 9 പെയേഴ്സ് കാണും സറൗണ്ടിങ് ദ സെൻട്രൽ പാർട്ട്. ഓക്കെ. കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആൻ യൂണി ഡയറക്ഷണൽ കറൻറ്റ് ദാറ്റ് പ്രൊപ്പൽ സബ്സ്റ്റൻസ് അക്രോസ് സെൽ സർഫസ്.
ഇതിൻ്റെ ഒരേപോലെയുള്ള കണ്ടോ മൂവ്മെൻ്റാണ്. കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് യൂണി ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിലുള്ള മീൻസ് പ്രൊപ്പൽ സബ്സ്റ്റൻസ് എക്രോസ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ കൂടെയുള്ള സബ്സ്റ്റൻസിൻ്റെ മൂവ്മെൻറ്റിന് ഇതിൻ്റെ ഒരേ രീതിയിലുള്ള ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ് സഹായിക്കുന്നു, കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് സഹായിക്കുന്നു. ദെൻ ഫ്ലജെല്ലം മീൻസ് ഇങ്ങനെയുള്ള ഇതാണ് പല. ദെൻ ഫ്ലജെല്ലം ലൈക്ക് എ സീലിയം മീൻസ് ഹെയർ ലൈക്ക് പ്രൊജക്ഷൻ ബട്ട് ലോങ്ങർ, സീലിയത്തേക്കാൾ ലോങ്ങറാണ്. ഒൺലി എക്സാമ്പിൾ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് ദ സ്പേം ടെയിൽ പ്രൊപ്പൽ ദ സെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. ഒരേ ഒരു ഫ്ലജെല്ലം എക്സാമ്പിളെ ബോഡിയിലുള്ളൂ, അത് സ്പേം ടെയിലാണ്. ഇതാണ് സ്പേം ടെയിൽ. നെക്സ്റ്റ് മൈക്രോവില്ലേ എന്ന് പറഞ്ഞാൽ ഇതൊരു ടിഷ്യൂ ആണ്. ടിഷ്യൂവിൽ ഇങ്ങനെ വരുന്നതിനെയാണ് മൈക്രോവില്ലേ എന്ന് പറയുന്നത്. ട്യൂബുലാർ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്? ഇതാണ് സെല്ലിൻ്റെ ഔട്ട്സൈഡ് മെംബ്രെയിനാണ്. അപ്പോൾ ട്യൂബുലാർ എക്സ്റ്റൻഷൻ, അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. മെംബ്രെയിൻ കണ്ടെയ്ൻ എ ബണ്ടിൽ ഓഫ് ആക്റ്റിൻ ഫിലമെൻറ്റ്സ്, ഇൻക്രീസ് സർഫസ് ഏരിയ ആൻഡ് അബ്സോർഷൻ. അതായത് ഇങ്ങനെ സെല്ല് ആക്ച്വലി ഇങ്ങനെ റൗണ്ട് ഇരിക്കുന്നു, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നാൽ സർഫസ് ഏരിയ കൂടും. ഇതെല്ലാം അതിൻ്റെ സർഫസ് ഏരിയ അല്ലേ, അബ്സോർഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഇൻഡസ്ട്രിയിലൊക്കെ ഇതാണ് കാണുന്നത്, മൈക്രോവില്ലസ് കാണുന്നത്. നൗ ന്യൂക്ലിയസ് അതിൻ്റെ സെൻട്രൽ പോർഷനാണ്. ന്യൂക്ലിയസ് ഇസ് സ്ഫെറിക്കൽ ഓർ ഓവൽ ഷേപ്ഡ് സ്ട്രക്ചർ ദാറ്റ് യൂഷ്വലി ഇൻ ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫീച്ചർ ഓഫ് എ സെല്ലാണ് ന്യൂക്ലിയസ്. സറൗണ്ടഡ് ബൈ ദ ന്യൂക്ലിയർ എൻവലപ്പ്. ഇതൊരു ന്യൂക്ലിയസ് ആണെങ്കിൽ അതിനൊരു എൻവലപ്പ് ഉണ്ട്. കണ്ടെയ്ൻ ഫ്ലൂയിഡ് നിയോപ്ലാസം, ഇത് ഫ്ലൂയിഡ് ഫിൽഡാണ്. ന്യൂക്ലിയൈ ആൻഡ് ക്രൊമാറ്റിൻ, ഇതിൻ്റെ അകത്ത് ന്യൂക്ലിയൈ ഉണ്ട്, ഒരു ക്രൊമാറ്റിൻ ഉണ്ട്. ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കുക എന്നർത്ഥം. ക്രൊമാറ്റിൻ ടാങ്കിൾഡ് ഉണ്ട്. കൺട്രോൾഡ് സെൻറ്റർ ഓഫ് ദ സെൽ, ദാറ്റ് മീൻസ് ന്യൂക്ലിയസ്, റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ജെനറ്റിക് ഇൻഫർമേഷൻ ആൻഡ് പ്രൊവൈഡിങ് ദ ഇൻസ്ട്രക്ഷൻ ഫോർ പ്രോട്ടീൻ സിന്തസൈസ്. 2 ഫങ്ഷനാണ് ന്യൂക്ലിയസിനുള്ളത്. റെസ്പോൺസിബിൾ ട്രാൻസ്മിറ്റിംഗ് ജെനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുക. പിന്നെ എന്തിനാണ്? പ്രോട്ടീൻ സിന്തസൈസിനെ കൺട്രോൾ ചെയ്യുക, ഇൻസ്ട്രക്ഷൻ ഫോർ പ്രോട്ടീൻ സിന്തസൈസ് നടക്കുന്നത് റൈബോസോമിലാണ്. റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഇങ്ങനെ നടക്കുന്ന പ്രോട്ടീൻ സിന്തസൈസ് വരുന്ന പ്രോസസ്ഡ് പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നത് ഗോൾജി അപ്പാരറ്റസിലാണ്. ഇതാണ് ന്യൂക്ലിയസ്. ഈ കാണുന്നതാണ് ന്യൂക്ലിയസ്. ഇതാണ് ന്യൂക്ലിയർ എൻവലപ്പ്. ഈ കാണുന്ന ന്യൂക്ലിയർ എൻവലപ്പാണ്. ക്രൊമാറ്റിൻ ഇങ്ങനെ ടാങ്കിൾഡ്, ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത്. ടാങ്കിൾഡ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് ഏരിയ ആണ്. ന്യൂക്ലിയോസിൻ്റെ സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയോസസ്. ഓക്കെ, ഇതിലൊരു പോർസ് ഉണ്ട്. ഇതിനോട് ചേർന്ന് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന സാധനമാണ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം. ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ആണ്. കാരണം ഇതിലിങ്ങനെ റൈബോസോം അറ്റാച്ച്ഡ് ആണ്. ഈ റൈബോസോം ന്യൂക്ലിയസിലും കാണാൻ സാധിക്കും. ഈ റൈബോസോമാണ് പ്രോട്ടീൻ സിന്തസൈസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഓഫ് ദ ന്യൂക്ലിയസ്. ദ ന്യൂക്ലിയർ എൻവലപ്പ്, ന്യൂക്ലിയോപ്ലാസം, ക്രൊമാറ്റിൻ, ന്യൂക്ലിയോസ്. ന്യൂക്ലിയർ എൻവലപ്പ് അതിൻ്റെ ഒരു കവറിങ്ങാണ്. ന്യൂക്ലിയർ എൻവലപ്പ് ഈസ് എ ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ perforated with pores which control the flow of material going in and out of the nucleus. Nuclear envelope ന്യൂക്ലിയർ എൻവലപ്പ് ഡബിൾ ലെയേർഡ് മെംബ്രെയിനാണ്. ഇത് പോർസ് ഉണ്ട്, അതായത് എന്തിനാണ്? ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കും, സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്കും. ദ ഔട്ടർ ലെയർ ഈസ് കണക്റ്റഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ഈ സെല്ല് മുഴുവൻ കിടക്കുന്ന ഒരു ഇൻ്റർ കണക്റ്റിംഗ് പാർട്ടാണ്. ഇത് സെൽ മെംബ്രെയിൻ വരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽസും ഇൻഫർമേഷൻസും എല്ലാം എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലം ആണ് സെല്ലിൻ്റെ അകത്തെല്ലാം കൊടുക്കുന്നത്. ദ എക്സ്ചേഞ്ച് ഓഫ് ദ ലാർജ് മോളിക്യൂൾ പ്രോട്ടീൻ ആൻഡ് RNA ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ഹാപ്പൻസ് ഹിയർ മീൻസ് എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലത്തിലാണ്. നെക്സ്റ്റ് ന്യൂക്ലിയോപ്ലാസം. എ ജെലി ലൈക്ക്
ഓർ മെയ്ഡ് മോസ്റ്റ് ഓഫ് വാട്ടർ മാട്രിക്സ് വിതിൻ ദ ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനകത്തുള്ള ജെല്ലി, ഇതൊരു ന്യൂക്ലിയസ് ആണ്, ഇത് ന്യൂക്ലിയോസ് ആണ്, ഇതിൻ്റെ ഇടയ്ക്കുള്ള ജെല്ലിയിലേക്ക് പാട്ടാണ് ഈ ന്യൂക്ലിയോപ്ലാസ്മ എന്ന് പറയുന്നത്, പ്ലാസം എന്ന് പറയുന്നത്. ഓൾ ദ അതർ മെറ്റീരിയൽ ഫ്ലോട്ട് ഇൻസൈഡ് ആൻഡ് എല്ലാ മെറ്റീരിയൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, കാരണം ഇത് ഫ്ലൂയിഡ് ആണല്ലോ. ഹെൽപ്പ് ദ ന്യൂക്ലിയസ് കീപ്പ് ഇറ്റ് ഷേപ്പ് ആൻഡ് സെർവ് ആസ് ദ മീഡിയ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ന്യൂക്ലിയസ് വിതിൻ ദ ന്യൂക്ലിയർ. ഇതൊരു ഫ്ലൂയിഡാണ്, ഷേപ്പ് കൊടുക്കുന്നു, ട്രാൻസ്പോർട്ടേഷൻ മോളിക്യൂളിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ക്രൊമാറ്റിൻ ഞാൻ പറഞ്ഞ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ടാങ്കിൾഡ് ഏരിയയാണ്. ക്രൊമാറ്റിൻ അപ്പിയർ ആസ് എ ഫൈൻ unevenly stained network, but special technique reveal it as a system of bumpy thread weaving throughout the nucleoplasm. ഒരു ത്രെഡാണ്, ഇങ്ങനെ ഒരു അഴിഞ്ഞു പോയ ത്രെഡ് നമ്മളെല്ലാം കൂടെ കൂട്ടി വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കുന്നതാണ് ക്രൊമാറ്റിൻ. പക്ഷേ ഈ ക്രൊമാറ്റിൻ ഈസ് കമ്പോസ്ഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 30% DNA or our genetic material, 60% globular histone protein which package and regulate the DNA, 10% RNA chain newly formed or forming. ഇതിൻ്റെ അകത്ത് ക്രൊമാറ്റിൻ ഇങ്ങനെ കിടന്നാലും അതിൻ്റെ സെൽ ഡിവിഷൻ്റെ സമയത്ത് അത് ക്രോമസോം പോലെ ഷേപ്പിലേക്ക് മാറുന്നതായിരിക്കും ക്രൊമാറ്റിൻ. നമ്മൾ ക്രോമസോമിൻ്റെ ഷേപ്പ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അതുപോലെ മാറുന്നതായിരിക്കും. Functions. The nucleus is often compared to the command center as it control all function to the cell. സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന കമാൻഡിങ് സെൻറ്ററാണ് ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ റെഗുലേറ്റിംഗ് ദ ആക്ഷൻ ഓഫ് ദ സെൽ. അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതാണ് സെല്ലിൻ്റെ ആക്ഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ക്രിയേറ്റിംഗ് ദ സെൽസ് പ്രോട്ടീൻ. അതായത് സെൽ പ്രോട്ടീനിൻ്റെ സിന്തസൈസിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഇറ്റ് ഇൻവോൾവ് ഇൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഡീലിംഗ് വിത്ത് DNA ആൻഡ് അതർ ജെനറ്റിക് മോളിക്യൂൾസ്. ജെനറ്റിക്സിനെ ഡിസൈഡ് ചെയ്യുന്നതും അത് ഡീൽ ചെയ്യുന്നതും ന്യൂക്ലിയസ് ആണ്. ഇതാണ് ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻ. സെല്ല് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യുവാണ്, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി. ഇത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ് ആണ്, ഇതിന് ഡബിൾ ലെയർ ആണ്. ഇതിൻ്റെ അത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ സെൽ മെംബ്രെയിൻ്റെ അകത്താണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, സ്പെറിക്കൽ ഷേപ്പ്. ന്യൂക്ലിയസിന് ഈ ചുറ്റും കാണുന്ന ബ്ലൂ കളർ ഫ്ലൂയിഡാണ് സൈറ്റോസോൾ എന്ന് പറയുന്നത്. ഇനി സൈറ്റോപ്ലാസം എന്നാണ് ഈ ഏരിയ കംപ്ലീറ്റ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പിക്ചർ വരയ്ക്കുമ്പോൾ ഈ പിക്ചർ പോലെ അല്ല, ഇച്ചിരി ക്ലിയർ നല്ലൊരു പിക്ചർ വരയ്ക്കുക, ഈസി ആയിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഭംഗിക്കൊന്നും മാർക്കില്ല. ഇപ്പം നിങ്ങളിങ്ങനെ ഇതിന് മൈറ്റോകോൺട്രിയ എന്നിട്ടാൽ മതി, അത് ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചാൽ മതി, അതിന് അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് മൈറ്റോകോൺട്രിയാന്ന്, അപ്പോൾ മാർക്കും വീഴും കേട്ടോ. സോ ദ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈറ്റോകോൺട്രിയ നമ്മൾ പഠിച്ചു. എപ്പോഴും ന്യൂക്ലിയസിനോട് ചേർന്ന് ഈ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം വരയ്ക്കാൻ പഠിക്കണം. അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പാർട്ട് റഫ് എൻഡോപ്ലാസ്മിക്കും അറ്റാച്ച്ഡ് അല്ലാത്ത സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. അതുകൊണ്ട് ഇതിങ്ങനെ ട്യൂബുലാർ സ്ട്രക്ചറാണ്. ഓക്കെ, ദെൻ മൈറ്റോകോൺട്രിയ നമ്മളിവിടെ പഠിച്ചു. ദെൻ ലൈസോസോം ഇതാണ്, ഈ യെല്ലോ കളറായിട്ട് ഇങ്ങനെ വരുന്നതാണ് ലൈസോസോം മോസ്റ്റ് ഓഫ് ദ ടൈം ക്രിയേറ്റ് ചെയ്യുന്ന ഗോൾജി അപ്പാരറ്റസിൽ നിന്നാണ്. ഇതാണ് ഗോൾജി അപ്പാരറ്റസിന് രണ്ട് ഫേസ് ഉള്ളതായിട്ട് നമ്മൾ പഠിച്ചു. ഇതാണ് സിസ് ഫേസും ട്രാൻസ്ഫേസിൽ നിന്നാണ് പുറത്തേക്കൊക്കെ ട്രാൻസ്ഫർ കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ദെൻ മൈറ്റോകോൺട്രിയ, ഇതാണ് പവർ ഹൗസ് ആണ് മൈറ്റോകോൺട്രിയ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് മൈക്രോട്യൂബ്യൂൾസ്, ഇത് സൈറ്റോസ്കെലിറ്റൻ ആണ്. മൈക്രോട്യൂബ്യൂൾസ്, ഇത് മൈക്രോഫിലമെൻറ്റ്സ്, ഇത് ഫിലമെൻറ്റ് ഇൻ്റർമീഡിയറ്റ്, ഇതിൻ്റെ ഇടയിലുള്ളതാണ്. ഇത് വേറൊരു സെല്ലാണ് ഈ കാണുന്നത്, ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്നതാണ് ഫിലമെൻറ്റ് ഇൻ്റർമീഡിയറ്റ്സ്. ഇനി നമ്മൾ സെൻട്രോസോം ന്യൂക്ലിയസിനോട് ചേർന്നാണ് കിടക്കുന്ന സെൽ ഡിവിഷനെ സഹായിക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞതായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ റൈബോസോം ഇവിടെ മാത്രമല്ല, ഇതിലെല്ലാം ഈ കാണുന്ന നീല ഡോട്ട് റൈബോസോംസ് ആണ്. റൈബോസോം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ന്യൂക്ലിയസ്, ഇതിൻ്റെ അകത്ത് ന്യൂക്ലിയോസ് ഉണ്ട്. ദെൻ അതിൻ്റെ ന്യൂക്ലിയോപ്ലാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് സെല്ല്. അപ്പോൾ സെല്ലിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇതിൽ നിന്ന് എസ്സേ വരും, ചിലപ്പോൾ ഡിഫറൻഷിയേറ്റ് വരിക്കും, സ്മൂത്ത് ആൻഡ് ഹാർഡ് റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ചിലപ്പോൾ റീസണിങ് ഉണ്ടോയെന്ന് എനിക്ക് ഇതിനാണോ ഫിസിയോളജിക്കാണോ ഉള്ളതെന്ന് അറിയില്ല, അത് ഞാൻ കൺഫേം ചെയ്തിട്ട് നോക്കാം. അങ്ങനെയാണ് റീസണിങ്ങിന് പഠിക്കണം. ഷോർട്ട് നോട്ട്സ് പോലെ വരാറില്ല. എനിവേ എസ്സേക്കുന്ന രീതി പഠിക്കുക, പിക്ചർ വരയ്ക്കാൻ പഠിക്കുക.